എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആവശ്യം പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് എന്താ ആഗ്രഹിക്കുന്നു? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പിതാവിന് ഒരു വലിയ കാര്യം സാധിച്ചു. പിതാവിന്റെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കാര്യം മാത്രം സാധിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പിതാവിന്റെ വലിയൊരു ആഗ്രഹം നടക്കും. എന്താ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിതാവിന്റെ വലിയ ആഗ്രഹം, ചെറിയ ആഗ്രഹം. അത് യേശുവിനോട് പിതാവ് വെളിപ്പെടുത്തി തന്നു. നമുക്ക് ഈശോയോട് വെളിപ്പെടുത്തി, ഈശോയോട് അതെന്ന് പറയുന്നത് പിതാവിന്റെ വലിയ ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം തിരുവചനത്തിലൂടെ ഈശോ പറയുകയാണ്, അപ്പോൾ എൻ്റെ പിതാവും ഞാനും അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ എന്താ വാസമർപ്പിക്കും. പിതാവിന്റെ വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ പാടുപീഠങ്ങളെല്ലാം ഈശോയോട് സഹിക്കാൻ പറഞ്ഞത് ഈശോ പിതാവിന്റെ ഈ ആഗ്രഹം കണ്ടുകൊണ്ടാണ് അത് സഹിക്കാൻ സമ്മതിച്ചത്. എന്താണ് പിതാവിന്റെ ആഗ്രഹം? എന്താ ആഗ്രഹം? നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മുടെ എന്ന് പറയണ്ട, എൻ്റെ ഉള്ളിൽ വന്ന് പിതാവിന് വസിക്കണം. ചില്ലറ ആഗ്രഹം വല്ലതും ആണോ പിതാവിൻ്റെ? ചില്ലറ ആഗ്രഹം വല്ലതും ആണോ? എൻ്റെ പിതാവ് അങ്ങയുടെ ആഗ്രഹം ചില്ലറ ആഗ്രഹം ഒന്നും നമുക്കത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും പിതാവ് പറയാണ്, എനിക്കതാണ് ആഗ്രഹം, അതിന് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്, അതിനെന്ത് പ്രായച്ചിട്ടുണ്ടെങ്കിലും ഞാനത് ചെയ്യാൻ തയ്യാറാണ്, അതിന് എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നതിന് വേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. എന്തെന്നാൽ അവിടുന്ന് വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതിരിക്കാൻ തന്റെ ഏകജാതനെ അയക്കാനാണ്. നൽകണ്ടൊക്കെ ഏകജാതനെ അയക്കുകയല്ല ചെയ്യുന്നത്, ഏകജാതനെ മുഴുവനായി നമുക്ക് ഓരോരുത്തർക്കും തരികയാണ്. അല്പം പാർട്സായിട്ടൊന്നുമല്ല, മുഴുവനായി. ഏകജാതന മനസ്സ് തന്നേക്കാം, ആത്മാവ് തന്നേക്കാം, ശരീരം തന്നേക്കാം, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല. ഏകജാതന എങ്ങനെയാണോ ആ ഏകജാതനെ പൂർണ്ണമായിട്ട് നൽകാൻ തക്ക വിധം ദൈവം അത്രയധികം, ആ ഒരു പദമാണ് അവിടെ പ്രധാനപ്പെട്ടത്. അത്രയധികം എന്ന് പറഞ്ഞാൽ അത്രയധികം നൽകാൻ തക്ക വിധം അത്ര അധികമായി ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് ദൈവം ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളുകയാണ്, ആരെയും മാറ്റി നിർത്തുന്നത്. എല്ലാ മനുഷ്യരെയും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുകയാണ്. പാപികളെ ഉൾക്കൊള്ളുകയാണ്, നീതിമാർഗത്തിലൂടെയും അധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്നവരെയും ധർമ്മത്തിന്റെ സഞ്ചരിക്കുന്ന നടക്കുന്നവരെ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ്. അതിലൊരു ക്വാളിറ്റി എന്താണ്? ക്വാളിഫിക്കേഷൻ എന്താണ്? അവിടെ നിന്ന് വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. അതായത് ദൈവം തന്റെ ഏകപുത്രനെ നൽകിയിരിക്കുന്നത്, പിതാവ് തന്റെ പുത്രനെ നൽകിയിരിക്കുന്നത്, പിതാവ് തന്റെ പുത്രനെ എനിക്ക് നൽകുന്നത് എൻ്റെ ഉള്ളിൽ പിതാവിന് വസിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഉള്ളിൽ പിതാവിന് വസിക്കണം, യേശുവിന് വസിക്കണം. പിന്നെ ആർക്കാ വസിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന് വസിക്കണം. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈശോയെ ലോകത്തിലേക്ക് അയച്ചു. ഈശോയെ ലോകത്തിലേക്ക് അയച്ച് ഈ പിതാവിന്റെ ആഗ്രഹം എവിടെയായി? പിതാവിന്റെ ഇരിക്കുന്നത് പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് ഹൃദയത്തിന്റെ അഭിലാഷമാകുമ്പോൾ ഈ ഹൃദയം അറിയാവുന്നവരെ പറഞ്ഞു വിട്ടേ കാര്യമുള്ളൂ, ആ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നയാളെ പറഞ്ഞു വിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ പറയുന്നത്,
പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ക്ലോസ് ടു ദ ഫാദേഴ്സ് ഹാർട്ട് എന്നാണ് ഈശോയെ കുറിച്ച് പറയുന്നത്. ഇംഗ്ലീഷ് വിവർത്തനത്തിൽ പറയുന്നത് പിതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന, ഹൃദയവുമായി ഒന്നായിരിക്കുന്ന ഹൃദയം തന്നെയായ യേശുക്രിസ്തു ആണ് എന്ത് ചെയ്തത്? എന്താ ചെയ്തത്? അതിനകത്ത് പറയുന്നത് എന്താണ്? പിതാവിനെ വെളിപ്പെടുത്തിയത്, അതല്ലെങ്കിൽ പിതാവിന്റെ ഈ ആഗ്രഹം വെളിപ്പെടുത്തിയത്. പിതാവിനോടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവപിതാവിനോട്? ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ദൈവപിതാവിനോട് പ്രാർത്ഥന കുറവാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈശോയോട് പ്രാർത്ഥിച്ചാലും അത് പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാലും പിതാവിനോടും ഈശോയോടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ ഈ പിതാവിന്റെ ആഗ്രഹം അറിയാതെ പോകുന്നത്, നമ്മൾ പിതാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് കുറവായിരുന്നു. ഈ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് പിതാവിനെ അറിയാൻ ഓർക്കാതെ. പക്ഷെ ഈശോ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ പിതാവിന് വാസസ്ഥലം ഒരുക്കണം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഇതാണ്, ഈശോയ്ക്കും പിതാവിന് വാസസ്ഥലം ഒരുക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കുകയുണ്ടായി, പരിശുദ്ധാത്മാവിനെ ഈശോ പ്രദാനം ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അത്ര കാര്യമായിട്ട് പറയുന്നതിന്റെ കാരണം എന്താണ്? അതിനൊരു വലിയ പദ്ധതിയുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ മാലാഖമാരുടെ അടുത്തോട്ടാണോ പോകുന്നത്? പരിസരത്തിന്റെ അടുത്തോട്ടാണോ പോകുന്നത്? ആരുടെ അടുത്തോട്ടാണ് പോകുന്നത്? എല്ലാവരും ഓർമ്മിക്കുന്നത് എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ പോകും മാലാഖമാരുടെ കൂടെ ഇങ്ങനെ കുറെ തുള്ളിക്കളിച്ച് നടക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഇച്ചിരി കൂടിയ കാര്യത്തിലേക്ക് നമ്മൾ പോകും. മാലാഖമാരോട് തുള്ളിക്കളിക്കാൻ വേണ്ടിയല്ല സ്വർഗത്തിൽ പോകും. അത് ഓർത്തോണ്ട് സന്തോഷിച്ചിരിക്കുക അല്ലേ? അത്രയും സന്തോഷിക്കുക. അതിനേക്കാളും കൂടി ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ശുദ്ധീകരണം കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് യേശുവിന്. പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള ഈ സഹവാസത്തിലേക്ക് ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോയെ ലോകത്തിലേക്ക് അയച്ച് യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മളെ ഓരോരുത്തരെയും ആക്കി തീർക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉള്ളിലാക്കി തീർത്താലേ, ഈശോ നമ്മുടെ ഉള്ളിലായി തീർന്നാലേ, നമ്മൾ യേശുവിന്റെ ഉള്ളിലായി തീർന്നാലേ ഈ ഒരു പരിസരത്തുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നടക്കും. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ പറയുന്നു. 14-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, അപ്പോസ്തലന്മാരോട് പറയുകയാണ്, അവർക്ക് അന്ത്യത്താഴത്തിന് ശേഷം യേശുവിന്റെ, നമ്മളിന്ന് കുർബാനയിൽ വായിച്ചു കേൾക്കുകയുണ്ടായി, ഈശോയുടെ കഠിനമായ വ്യഥ അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാർ കാണുകയുണ്ടായി. എന്നിട്ട് ഈശോ അവിടെ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നുകൊണ്ട് തന്റെ മഹത്വീകരണത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. യൂദാസ് അപ്പം സ്വീകരിച്ച ഉടനെ പുറത്തു പോയപ്പോൾ ഈശോ പറയാണ്, ഇപ്പോൾ ദൈവം പുത്രനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, പുത്രൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഇനിയും പുത്രനെ ദൈവം മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഗ്ലോറിഫിക്കേഷനെ കുറിച്ച്, മഹത്വീകരണത്തെ കുറിച്ച് ഇങ്ങനെ ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, അല്പസമയം കൂടി മക്കളെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുള്ളൂ എന്നൊക്കെ ഈശോ ഇങ്ങനെ പറയുമ്പോൾ, യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം അപ്പസ്തോലന്മാർ ഇങ്ങനെ അസ്വസ്ഥമായിരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, 14-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ പറയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്തിനു വേണ്ടിയാണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ മുറികളുണ്ട്. പിതാവിന്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ വാസസ്ഥലം ഒരുക്കാനായിട്ട് പോകുന്നു. ഏതാണ് പിതാവിന്റെ ഭവനം? ഏതാ പിതാവിന്റെ ഭവനം? സ്വർഗം. എന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി വാസസ്ഥലം ഒരുക്കുക. സ്വർഗത്തിലേക്ക് പോയി വാസസ്ഥലം ഒരുക്കുക. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ഏതാലയമാണ്? ഈശോ. എന്റെ ഭവനത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് തിരുവചനം പറയുന്ന യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
അത് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ എൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഏത് ഭവനമാണ്? ഈശോയാകുന്ന ആലയം, ദേവാലയം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നത് ഈശോ പറയുമ്പോൾ എവിടെയാണ് സ്ഥലമൊരുക്കുന്നത്? ആരിലാണ് സ്ഥലമൊരുക്കുന്നത്? പിതാവിന്റെ ഭവനം. വിശ്വാസികൾ നിത്യജീവൻ നേടുന്നത് യേശുവാകുന്ന ആലയത്തിലാണ്, യേശുവിന്റെ ഉള്ളിലാണ് പിതാവിന് സ്ഥലമൊരുക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ ഓർത്തത് ഒരുപക്ഷെ ഓർത്ത് കാണും, അവിടെ ഇനി പെയിന്റ് അടിക്കാനുണ്ട്, അവിടെ തറ ശരിയാക്കാനുണ്ട്. അത്ര ദാരിദ്ര്യത്തിലാണ് സ്വർണ്ണം കിടക്കുന്നത്, നോക്കാനാണില്ല. സ്ഥലം ഒരുക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് പോകുന്നതല്ല. പിന്നെ അവിടെ പോയി മെയിൻ്റനൻസ് റിപ്പയറിംഗ് ഒക്കെ ഇനി എന്നാത്തിന് നടത്തുന്നു? ഇനി എന്നാ റിപ്പയറിംഗിന്റെ മെയിൻ്റനൻസിന്റെ ആവശ്യമുണ്ട്. കട്ടൻ പിടിപ്പിക്കാനുണ്ട്, റൂഫ് ശരിയാക്കാനുണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞത്. ആണോ? അല്ല, ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈശോ പറയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കണം. അതായത് ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കും. ഈശോ പറയണം, ദൈവത്തിൽ വിശ്വസിക്കണം, ഈശോയിൽ വിശ്വസിക്കണം. പക്ഷെ അവർക്ക് ചഞ്ചലിപ്പിക്കോട്ടെ, ഇതൊരിക്കലും ഒരു പ്രതീക്ഷിച്ചില്ല. ഈശോ ഇങ്ങനെയാ സ്ഥലം ഒരുക്കാൻ പോകുന്നത്. എവിടെയാ സ്ഥലം ഒരുക്കിയത്? യേശു കുരിശിൽ കിടന്നുകൊണ്ടാണ് സ്ഥലം ഒരുക്കുന്നത്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് സ്ഥലം ഒരുക്കുകയാണ്. നമുക്ക് യേശുവിന്റെ ഉള്ളിൽ വസിക്കാനുള്ള സ്ഥലം ഈശോ ഒരുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപ മെയിൻ്റനൻസ് മുഴുവൻ എവിടെയാണ് നടക്കുന്നത്? ഇത് വസിക്കേണ്ടവരുടെ ശരീരത്തിൽ, ഹൃദയത്തിൽ ആത്മാവ്. റൂമിന് പ്രശ്നമൊന്നും. അതിനുവേണ്ടി ഈശോ നമ്മുടെ പാപാവസ്ഥകൾ മുഴുവൻ ഏറ്റെടുത്തപ്പോൾ ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി, ഈശോ ഒരു മാംസപിണ്ഡം പോലെ കുറിച്ച് തൂങ്ങിക്കിടന്നു, രക്തമൊലിച്ച് ശരീരം മുഴുവൻ ചിന്തിച്ചിതറി, എല്ലാവരും പരിഹസിക്കപ്പെട്ട് പരിത്യക്തനായി ഇവൻ തന്നെ രക്ഷിച്ചുവല്ലോ, ഇവനെന്തുകൊണ്ട് സ്വയം രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന ഏറ്റവും വലിയ പരിഹാസം സ്വീകരിച്ച് ഈശോ കുരിശിൽ, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നരകത്തിലേക്ക് പോകുന്ന ഒരു പാപിയുടെ നിലവിളിയോടുകൂടി ആ പഴകപീഠകൾ മുഴുവനും ഏറ്റെടുത്ത് ഈശോ റൂംസ് ഒരുക്കുകയാണ്. ഏറ്റവും വലിയ പാപികളോടെ അവൻ സ്വീകാര്യത, ഏറ്റവും വലിയ പാപിക്ക് വരെയും അനുതാപത്തോടെ വിശ്വാസത്തോടെ കടന്നു വരുന്ന പാപിക്ക്, അത് വിശ്വസിക്കുന്നവന്, ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കുന്നവന്, സ്നേഹത്തിൽ വിശ്വസിക്കുന്നവന് അവിടെ സ്ഥാനമാണ്. അങ്ങനെ യേശുവിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഒരുക്കൽ കുരിശിൽ പൂർത്തീകരിക്കുമ്പോഴാണ്, ഇതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പിതാവിന്റെ ഭവനമായ എന്നിൽ സ്ഥലമൊരുക്കാനുള്ള ജോലിക്ക് വേണ്ടി പോവുകയാണ്. കുരിശ് മരണം, പീഡാസഹനം, ഗെത്സമനിയിലെ പ്രാർത്ഥന, മുൾമുടി ധാരണം, കൈകാലുകളിൽ ആണിയടിച്ച് കുരിശിൽ തറയ്ക്കല്, കുരിശിൽ നാട്ടി 3 മണിക്കൂർ 6 മണിക്കൂറൊക്കെ പീഡ സഹിക്കുന്നത്. ഇതാണ് ഈ സ്ഥലമൊരുക്കൽ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? പിതാവിന് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കണം. പിതാവിന് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കണം. പിതാവിന് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയുടെ ഉള്ളിൽ വസിച്ചാലേ സാധിക്കുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. അതാ ഈശോ ആദ്യം പറഞ്ഞ, ഞാൻ റൂംസ് പ്രിപ്പയർ ചെയ്യാൻ ഒരുക്കാൻ പോവുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭാഗത്തിൽ അനേകം വാസസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ചൊന്നുമല്ല, അതിൻ്റെ അർത്ഥം ഇത്ര നമ്പരൊന്നുമല്ല. അനേകം എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണോ പിതാവ് ഉദ്ദേശിക്കുന്നത്, എത്ര മനുഷ്യാത്മാക്കളെയാണോ ഈ ഭവനത്തിൽ പ്രവേശിപ്പിക്കാൻ പിതാവ് ഉദ്ദേശിക്കുന്നത്, അത്രത്തോളം വാസസ്ഥലം എൻ്റെ ഭവനത്തിലുണ്ട്. അവിടെ പ്രവേശിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും, അവരുടെ എല്ലാ ഉള്ളിൽ പിതാവ് വസിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ പിതാവ് ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപ്പോഴാണ് യേശുവിൻ്റെ ഹൃദയം കുത്തി തുളർക്കുന്നത്. ഹൃദയം കുത്തി തുളർന്നപ്പോഴേക്കും രക്തവും വെള്ളവും ആ ഹൃദയത്തിൽ ഒഴുകിയിറങ്ങി. നമ്മൾ പഠിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്, ജലത്തിന്റെ പ്രതീകമായ പരിശുദ്ധാത്മാവ്, മാമോദീസ വെള്ളം എവിടുന്നാ വരുന്നത്?
എവിടുന്നാ മാമോദീസയുടെ വെള്ളം വരുന്നത്? എവിടുന്നാ വരുന്നത്? ഈശോയുടെ ഹൃദയത്തിൽ നിന്ന്. ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ മാമോദീസ വെള്ളം വരുന്നത്, അല്ലാതെ ജോർദാനിന്റെ കിണറ്റിലെ വെള്ളം. അതുകൊണ്ട് യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ജലത്താലും, ജലം എന്തിന്റെയൊക്കെ പ്രതീകമാണ്? പരിശുദ്ധാത്മാവിന്റെ നിത്യജീവന്റെ പ്രതീകമാണ്. രക്തം എന്തിന്റെ പ്രതീകമാണ്? പാപമോചനത്തിന്റെ പ്രതീകമാണ്, പുതിയ ജീവന്റെ പ്രതീകമാണ്. അപ്പോൾ ജലത്താലും പരിശുദ്ധാത്മാവിനാലും നീ വീണ്ടും ജനിക്കാൻ യേശു ഹൃദയം തുറന്ന് രക്തവും ജലവും നമുക്ക് നൽകുകയും. അപ്പോൾ ആ ജലത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ തൈലം കൊണ്ട് പെസഹ വ്യാഴാഴ്ച പ്രത്യേകമായിട്ട് ആശീർവദിക്കുന്ന മൂറോൻ തൈലം കൊണ്ട് ആശീർവദിച്ച ജലത്തിലാണ്, ആ തൈലത്തിലാണ് ഓരോ വിശ്വാസിയും മാമോദീസ സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് മാമോദീസ സ്വീകരിക്കുന്നത്? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ മാമോദീസ സ്വീകരിക്കുന്നു, ഞാൻ നിന്നെ മാമോദീസ. അപ്പോൾ പരിശുദ്ധ ത്രിത്വം നൽകുന്ന ആ മാമോദീസ ജലം യോർദാനിൽ നൽകുന്ന ജലമോ ഈ ലോകത്തിന്റെ ജലമോ അല്ല. മാമോദീസ ഈ പിതാവിന് വസിക്കാൻ വേണ്ടി യേശുവിന്റെ ഉള്ളിൽ നമ്മളെ വസിപ്പിക്കുന്ന ജലം. ആ മാമോദീസ ജലം യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജലമാണ്. ആ ജലം തന്നെയാണ് നമ്മളെല്ലാ ദിവസവും ദിവ്യബലിയില് വീഞ്ഞിനോട് ചേർത്ത് കാഴ്ചയായിട്ട് അർപ്പിക്കുന്നത്. മലയാളികൾ വരുമെന്ന് അവിടുത്തെ തിരുവിതാവിൽ നിന്ന് കൊണ്ടുപോയി അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ആരും സംശയിക്കണ്ട. അത് കണ്ടയാള് യോഹന്നാൻ സ്ലീഹ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലുള്ള നമ്മുടെ മാമോദീസ സ്വീകരണം, ഹൃദയത്തിലുള്ള പങ്കുചേരൽ. അപ്പോൾ ആ ഈശോയുടെ ഹൃദയത്തിലേക്ക്, ഈശോയാകുന്ന പിതാവിന്റെ ആലയത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിപ്പിക്കപ്പെടുമ്പോഴാണ് ആ വ്യക്തിയുടെ ഉള്ളില് പിതാവിന് വന്ന് വസിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ഞാൻ ഊഹിച്ചു പറയുന്നതോ ദൈവശാസ്ത്രപരമായിട്ടോ പറയുന്നതല്ല. ദൈവശാസ്ത്രപരമായിട്ട് ഇതിന് അടിസ്ഥാനമുണ്ട്. തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ തന്നെ പറയുക. 14-ാം അധ്യായം 15 മുതൽ 20 ഈശോ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. വിശ്വാസം ഏറ്റു പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്നിട്ട് ഈശോ പറയുകയാണ്, ആ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കൽപ്പന പാലിച്ചുകൊണ്ട്. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഉപേക്ഷിക്കാൻ. എങ്ങനെ ഉപേക്ഷിക്കും? കൽപ്പന പാലിച്ചുകൊണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, പാപവും പാപങ്ങളും ഉപേക്ഷിക്കുന്നത് കൽപ്പന പാലിച്ചുകൊണ്ട്. അപ്പോൾ ആ കൽപ്പന പാലിച്ച് പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ സ്ഥിരമായി എൻ്റെ വചനത്തിൽ നിലനിൽക്കും. അതാണ് 14-ാം അധ്യായത്തിൽ തുടർന്ന് വരുന്ന തിരുവചനത്തിൽ 23-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ കൽപ്പനയിൽ നിന്ന് പിന്നെ ആ വ്യക്തി കൽപ്പനയുടെ അനുസരണത്തിൽ നിന്ന് പാപമാർഗത്തിൽ നിന്ന് മാറി പിന്നെ വചനം പാലിക്കുന്നതിലേക്ക് വരുവാണ്. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈ വ്യക്തി വചനത്തിൽ നിർമ്മിക്കപ്പെടണം. വചനത്തിൽ നിർമ്മിക്കപ്പെടാൻ പറ്റി ആ വ്യക്തി വചനത്തിൽ നിർമ്മിക്കപ്പെടണം. ഇപ്പോൾ അപ്പനും അമ്മയാണ് നിന്റെ ശരീരവും മനസ്സുമൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ആത്മാവ് ദൈവത്തിൽ നിന്ന് അപ്പനും അമ്മയും നിർമ്മിച്ച ശരീരവും മനസ്സും ഇനി ദൈവവചനത്താൽ പുനർനിർമ്മിക്കപ്പെടണം. അതിനാദ്യമേ കൽപ്പന മനസ്സിലാക്കും. 10 കൽപ്പനകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മറ്റ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ, അതിന് പരിശുദ്ധാത്മാവിന്റെ കൽപ്പനകൾ, എല്ലാം നമ്മൾ കൽപ്പനകൾ കടന്നുപോയി. എന്നിട്ട് ഈശോ പറയാണ്, ഇനി നിങ്ങൾ പുനർനിർമ്മിക്കപ്പെടുന്നത് ഈ ജലത്താലും പരിശുദ്ധാത്മാവിനാലും ജനിച്ച് ഈ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ്. അതെല്ലാം നമ്മൾ യേശുവിനെ കുറിച്ച് യേശുവിൽ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഈ വചനം പാലിച്ച് എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയുന്നത്? ഈ വചനം പാലിച്ചില്ലെങ്കിൽ ഈശോയിൽ അധികം നാൾ നിലനിൽക്കാൻ പറ്റില്ല.
അതാണ് 15-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നത്. ഈ വചനം പാലിച്ചില്ലെങ്കിൽ, കൽപ്പന പാലിച്ചില്ലെങ്കിൽ കർത്താവ് എല്ലാവരെയും സ്വീകരിക്കും. എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയാൻ ഈശോ പറഞ്ഞിരിക്കുന്നതാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. വിശുദ്ധനെ കുറിച്ച് പറയും, എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയാം. പക്ഷെ ഇവന് എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ആത്മാവിന് എൻ്റെ ഉള്ളിൽ സ്ഥിരം വസിക്കണമെന്നുണ്ടെങ്കിൽ അവൻ കൽപ്പന പാലിച്ച് ഈ വചനം പാലിച്ചുകൊണ്ടിരിക്കണം. 15-10 പറയുന്നത് എന്താ? തിരുവചനം കണ്ടായിരുന്നോ നിങ്ങള്? ഞാൻ എൻ്റെ അവിടെ വേറൊരു ടൈ അവിടെ കിടക്കുന്നത്, വേറെ റിലേഷൻഷിപ്പാണ്, ഒരു സീരീസ് ഓഫ് റിലേഷൻഷിപ്പ് അവിടെ കിടക്കുന്നത്. പിതാവും ഈശോയും പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പിതാവ്, പുറകെ വായിച്ചേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ കണ്ടോ? അതാണ്. അപ്പോൾ റൂംസ് എല്ലാം പ്രിപ്പയർഡ് ആണ്. വിശ്വസിക്കുന്നവരെല്ലാം അവരെ അവിടുന്ന് ക്ഷണിക്കുന്നു. അടുത്തേക്ക് വരുന്നവരെ ആരെയും തള്ളിക്കളയുന്നില്ല. നമ്മുടെ ഉള്ളിൽ മാമോദീസ വഴിയായിട്ട് അവിടുന്ന് പ്രവേശനം, യേശുവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം തരുന്നു. പക്ഷേ യേശുവിൻ്റെ ഉള്ളിൽ നിലനിൽക്കണം. യേശുവിൻ്റെ ഉള്ളിൽ നിലനിൽക്കണമെങ്കിൽ മാമോദീസ ചെയ്ത പ്രതിജ്ഞ പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കണം. കൽപ്പനകൾ അനുസരിക്കുന്നു, ഞാനിനി വചനം അനുസരിച്ച് നിലനിൽക്കണം. അപ്പൊ യേശുവിൻ്റെ ഉള്ളിൽ സ്ഥിരം താമസിക്കണം. ഫോൺ വിളിച്ച് പറഞ്ഞ് വീട്ടിലോട്ട് ഞാനിങ്ങനെ വരുന്നത് യേശുവിൻ്റെ ഉള്ളിൽ സ്ഥിരം താമസിക്കാൻ തീരുമാനിച്ചു. മഠത്തിലോട്ട് വിളിച്ചു. എനിക്ക് വേറെ വീടൊക്കെ കിട്ടി. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ഗിഫ്റ്റ് കിട്ടി. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ അവിടെ എവിടെയൊന്നും ന്യൂസ്, പത്രത്തിലൊന്നും ന്യൂസ് കൊടുക്കണ്ട, എവിടെ അന്വേഷിച്ചാൽ മതി, യേശുവിൻ്റെ ഹാർട്ടിൽ അന്വേഷിച്ചാൽ മതി, എന്നെ കാണാം. ഈശോയുടെ വേണം മൊബൈൽ നമ്പറൊക്കെ മേടിച്ച് വെച്ചാൽ മതി, ഹാർട്ടിൻ്റെ മൊബൈൽ നമ്പർ, അല്ല യേശുവിൻ്റെ മൊബൈൽ നമ്പർ. അപ്പോൾ വേറെ ഒരിടത്തും എന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞേക്കണം എല്ലാവരോടും. ഞാനിനി യേശുവിൻ്റെ ഹൃദയത്തിൽ വചനം പാലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വചനത്തിൽ നിലനിന്നാലേ യേശുവിൻ്റെ സ്നേഹത്തിൽ നിൽക്കണം. അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പിതാവിന് വരാൻ പറ്റും. അപ്പോൾ ഈശോ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നമ്മൾ യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ തുടങ്ങുമ്പോഴേക്കും പിതാവ് മുകളിൽ ഇരുന്നിങ്ങനെ നോക്കാൻ തുടങ്ങും. നമ്മളെ എങ്ങനെയാണ് എൻ്റെ അടുത്ത് കയറി പറ്റിയാൽ ഇങ്ങനെ കുറെ കഴിയുമ്പോഴേക്കും ഒരു വിധമാകും. പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുന്ന പോലെ ആകും അല്ലേ? കുരിശൊക്കെ വരച്ച് കയറ്റി വെച്ച് പിന്നെ പിറ്റേ ദിവസം വലിയ ആഘോഷമായിട്ട് സദ്യയൊക്കെ നടത്തി കുരിശൊക്കെ നെറ്റിയെ വരച്ച് കയറ്റി മണവാട്ടി വീട്ടിൽ കയറ്റി വെച്ച് പിന്നെ പിറ്റേ ദിവസം എങ്ങനെയാണ് ഇറങ്ങിപ്പൊടി എന്നുള്ള രീതിയിലുള്ള സ്വഭാവമാണ് തീർന്നില്ല. അതുകൊണ്ട് പിതാവ് നല്ലതുപോലെ പരിശോധിക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നേച്ച് പിന്നെ ഒരു ദിവസം അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കിടക്കും. അതുകൊണ്ട് പിതാവിൻ്റെ ഉള്ളിൽ വസിക്കാവോ നോക്കുന്നത് എങ്ങനെയാണ്? പിതാവിനുള്ളിൽ വസിക്കാവോ നോക്കുന്നത് ഇവന് യേശുവിനോട് എങ്ങനെ പെരുമാറും, ഈശോയോടുള്ള ഇവന്റെ ബന്ധം എങ്ങനെയാണ്, അത് നോക്കിയ പിതാവ് വരുന്നത്. ഈശോയോട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ, യേശു ക്രിസ്തുവിനോട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ, യേശുവിന് സഹിക്കാൻ പറ്റുന്ന പിതാവിന് സഹിക്കാം. അതുകൊണ്ട് പിതാവ് പറയുന്നതാണ് വേണ്ട, ഞാനുള്ളിൽ വസിച്ച് ദൈവപിതാവ് അങ്ങനെയുള്ള ഒരു തലമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ജീവജലം പരിശുദ്ധാത്മാവ് ഈ മക്കളിലേക്ക് മാമോദീസ വഴി ഒഴുക്കിയാൽ മാത്രം പോരാ, അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ വസിപ്പിക്കണം. അത് 15-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നതാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാല്, 16-ാം തിരുവചനം പറയാണ്, യോഹന്നാൻ 14:14, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാല് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ ഒരു സഹായകനെ നിന്റെ അടുക്കിലേക്ക് അയക്കുകയും ചെയ്യും. കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്. കൽപ്പനകൾ അനുസരിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ നടക്കും. അതുകൊണ്ടാണ് ഈ സ്ഥൈര്യത്തെ പരിശുദ്ധാത്മാവിന് സ്ഥൈര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടമായ രീതിയിൽ പരിശുദ്ധാത്മാവിന് നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യൂറോപ്യൻസിന് അല്ലെങ്കിൽ വെസ്റ്റേൺ
ലാൻഡിലൊക്കെ ജീവിക്കുന്നവർക്ക് ഒരു ധാരണ വന്നായിരുന്നു ഒരിടയ്ക്ക്. അതായത് മാമോദീസ സ്വീകരിച്ചാൽ പോലെ സ്വർഗത്തിൽ പറയാം, പിതാവിന്റെ പുത്രനെ പരിസ്ഥാനത്തെ മാമോദീസ സ്വീകരിച്ചാൽ മതിയല്ലോ രക്ഷ കിട്ടാൻ. പിന്നെ അതുകൊണ്ട് ഇനി സ്ഥൈര്യലേഖനം സ്വീകരിക്കേണ്ട. നമുക്കറിയാം ലാറ്റിൻ സഭയില് സ്ഥൈര്യലേഖനം തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് 12 വയസ്സായി. അതേസമയം നമ്മള് ഈ ഓറിയന്റൽ സഭകളില്, പൗരസ്ത്യ സഭകളില് മാമോദീസ സ്ഥൈര്യലേഖനവും കുർബാനയോട് ഒരുമിച്ചാവും. അപ്പോൾ അതുകൊണ്ട് പലരും സ്ഥൈര്യലേഖനം ഒഴിവാക്കി പോകുന്നവരുണ്ട്, വിശുദ്ധ കുർബാന ഒഴിവാക്കി പോകുന്ന ജീവിക്കുന്നവരുണ്ട്, കുർബാന ഒഴിവാക്കി പോകുന്നവരുണ്ട്. അപ്പോൾ ബെനഡിക്ട് മാർപ്പാപ്പ പ്രത്യേകമായിട്ടൊരു പുസ്തകം ഇറങ്ങി റൈറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ ഇനീഷിയേഷനെ കുറിച്ച്, പ്രാരംഭ ഉദാശനെ കുറിച്ചൊരു പുസ്തകം ഇറങ്ങി പറഞ്ഞു, മാമോദീസ കൊണ്ട് നിർത്തരുത്, സ്ഥൈര്യലേഖനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഉപസ്ഥാനത്തിലൂടെയും അത് പൂർത്തീകരിക്കണം, എങ്കിലേ പരിശുദ്ധ ത്രിത്വത്തിന്റെ സഹവാസം പൂർണ്ണമാകുകയുള്ളൂ. ഓറിയന്റൽ സഭകളിൽ, പൗരസ്ത്യ സഭകളിൽ മൂന്നോട് ഒരുമിച്ച് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. വെസ്റ്റേൺ സഭയിൽ ഇതിനൊരു പാരമ്പര്യമാണ്, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് മാമോദീസ നിർത്തി പോകരുത്, അതിന് പൂർണ്ണതയിലേക്ക് കടന്നു വരണം. കാരണം ഇത് ദൈവപിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകാനുള്ള ഓരോ പദവികളാണ്, ഇതിലൂടെ കടന്നു പോകേണ്ടതായിട്ട്. അപ്പോൾ പരിശുദ്ധാവ് അന്ന് പ്രത്യേകമായിട്ട് ഈ പുസ്തകം എഴുതിയത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്ഥൈര്യലേഖനത്തിലൂടെ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഈശോ പറയുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും 14:16 പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുന്ന ഒരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. എന്നിട്ട് എടുത്തു പറയുകയാണ്, ഈ സഹായകനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, മനസ്സിലാക്കിക്കൊള്ളണം. ഈ ശിഷ്യന്മാരോട് ഇതെല്ലാം പറഞ്ഞേച്ച് ലോകത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും ഇതൊരു കോമൺ പ്രിൻസിപ്പിളാണ്, എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയല്ല, ഇത് പൊതുവായിട്ടുള്ളൊരു പരിപാടിയല്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി യേശുവിനോട് കൂടി മാത്രമായിരിക്കുന്ന, കൽപ്പനകൾ അനുസരിക്കുന്ന, യേശുവിനോട് വിശ്വസ്തത പുലർത്തുന്ന, ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന, യേശു നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന അവർക്ക് വേണ്ടി മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ പിതാവ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങുക. ലോകത്തിന് സ്വീകരിക്കാൻ സാധിക്കില്ല, തുടർന്നുള്ള വചനം പറയുക. കാരണം ലോകം അതിനെ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ലോകം ഇതിനെ കാണുന്ന ലോകത്തിൻ്റെതായ അറിവ് സ്വീകരിച്ചിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിസ്മരിച്ച് പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരം ഉയർത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് സ്തുതിക്കാം. എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കുക. ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ്, അങ്ങയുടെ പിതാവ്, ആബാപിതാവ്, എൻ്റെ പിതാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പിതാവിനെ എൻ്റെ ഉള്ളിൽ വസിക്കാനുള്ള അതിയായ ആഗ്രഹം ഞാൻ ഇത്രയും നാൾ മനസ്സിലാക്കിയിരുന്നില്ല. ഇത്രയും ആഗ്രഹമാണ് പിതാവിന് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിന്. കരം ഉയർത്തി പരിശുദ്ധാത്മാവിൽ ആ ഒരു വലിയ സത്യം ഗ്രഹിക്കാനും ദൈവപിതാവിൻ്റെ ആ സ്നേഹം തിരിച്ചറിയാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള അഭിഷേകം വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, കർത്താവേ, ഈശോയെ, സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ എല്ലാ വേദനകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും സഹായിക്കുന്നതിന് വേണ്ടി, എല്ലാ വിധത്തിലുള്ള സംശയങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, വിശ്വാസങ്ങളോ പരിഹരിക്കുന്നതിന് വേണ്ടി, യേശുവിനോടുള്ള സ്നേഹത്തിൽ ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണല്ലോ അന്ന് സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാനുള്ള വരം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാനുള്ള വലിയ വിശ്വാസം, വലിയ വരത്തിന് വേണ്ടി കരങ്ങളെ ശക്തമായി ശ്രമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, ആരാധനയും മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേട്ട് ദൈവപിതാവിന്റെ സ്നേഹം സ്വീകരിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ഇരുന്നോട് ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും പിതാവ്, എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ, നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നൽകുന്ന ആ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈശോ പറയുകയാണ്, പിന്നെ ലോകം എന്നെ കാണുകയില്ല, നിങ്ങൾ എന്നെ കാണും. ലോകം എന്നെ കാണുകയില്ല, പക്ഷെ നിങ്ങൾ കാണും. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ കാണും. അത് ഏതാണ്ടൊക്കെ ശരി തന്നെയാണ്, ചരിത്രപരമായി ശരി തന്നെയാണ്. ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം
ഈശോ യേശു വിശ്വസിച്ച ആ ശിഷ്യന്മാരുടെ ആ ഗണത്തിലാണ് 40 ദിവസം താമസിക്കുന്നത്. അല്ലാതെ മറ്റു സ്ഥലങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് നിങ്ങൾ എൻ്റെ കൈകളും കാലുകളും കാണുകയും എൻ്റെ ആണിപ്പെടുത്തുകൾ കാണുകയും ഇത് ഞാൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും എന്ന് പറഞ്ഞ് ഒരിടത്തോടും നടന്നില്ല. ശിഷ്യന്മാരുടെ അടുത്ത് എൻ്റെ ആണിപ്പെടുത്തുകൾ കണ്ട് വിശ്വസിക്കുന്നത് നിങ്ങളോട് ഇത്രയും നാളെ ഞാൻ പറഞ്ഞുകൊണ്ട് സുവിശേഷം പറഞ്ഞുകൊണ്ട് കിടന്ന യേശു ക്രിസ്തുവാണ്, ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണെന്ന് ഇപ്പൊ മനസ്സിലായി എന്ന് ഈശോ ചോദിച്ചു. ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണെന്നും പറഞ്ഞ് ഈശോ അവരെ കൂടെ ഒരിടത്തോടും പോയി. ശിഷ്യന്മാരുടെ സമ്മേളനത്തിൽ വന്ന് അവരുടെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ശിഷ്യന്മാരുടെ വീണം ഉണ്ടാകും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഗണം യേശു വിശ്വസിച്ചിരുന്ന ഒരു ചെറിയ സമൂഹം അവരുടെ ഇടയിൽ കടന്നു വന്ന് ഈ പ്രേക്ഷിത ദൗത്യത്തിന് തയ്യാറായവർ, അതായത് യേശുവിന്റെ സുവിശേഷ ദൗത്യം പരിശുദ്ധാത്മാവിൽ നിർവഹിക്കാൻ തയ്യാറായവരെ ഈശോ പ്രത്യേകം ഒരുമിച്ച് കൂട്ടി അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് കാര്യങ്ങളെല്ലാം കൂടുതൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈശോ 40 ദിവസം പുതിയ സഭയുടെ ഉത്ഭവത്തെക്കുറിച്ചും സഭയിലെ പ്രവർത്തന രീതികളെക്കുറിച്ചും എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈശോ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കും. അപ്പോൾ ഇതാണ് ഈശോ പറഞ്ഞ ലോകത്തിന് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇത് സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത്, അതായത് താല്പര്യം എടുത്ത് മുൻകൈ എടുത്ത് വരുന്നവർക്ക് മാത്രമേ ഈശോ കൊടുക്കാൻ പിതാവ് തിരുമനസ്സാകുന്നു. അതുകൊണ്ട് ഈ ഒരു ആവശ്യത്തിലാണ് ഈശോ പറയുകയാണ്, അന്ന് എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ്, നിങ്ങൾ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും എന്നൊക്കെ ഈശോ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണെന്ന് തുടർന്ന് വരുന്നവർക്ക് പറയുകയാണ്, എന്നാൽ നിങ്ങൾ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും, ഞാൻ എൻ്റെ പിതാവിനും. 20-ാം തിരുവചനമാണ് 14:20, യോഹന്നാൻ 14:20. ഞാൻ എൻ്റെ പിതാവിനും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴുള്ള ആ വ്യത്യാസമാണ്. നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് പള്ളി വരുന്ന അവസ്ഥ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവായിട്ടുള്ള ഒരു ഐക്യത്തിൽ വിശുദ്ധ കുർബാനയിൽ അത് അനുഭവിച്ച് അറിയുന്നുണ്ടോ? അതിന് വേണ്ടി കർത്താവ് കൂട്ടിക്കൊണ്ടു. അതായത് ദൈവരാജ്യ അനുഭവം ഞാൻ പറഞ്ഞു. ആ അറിവ് എന്താണ്? ഞാൻ 14:20, യോഹന്നാൻ 14:20, ഞാൻ എൻ്റെ പിതാവിനും നിങ്ങൾ എന്നിലും. ശിഷ്യന്മാര് യേശുവില്. പിന്നെ എന്താണ്? ഈശോ നമ്മളിൽ. കണ്ടോ? ഭവനത്തിൽ വസിക്കാനുള്ള ആ ഒരു വലിയ അനുഗ്രഹം യേശുവാകുന്ന ഭവനത്തിൽ. നമ്മുടെ യേശുവിന്റെ ഉള്ളില്, ഈശോ പിതാവിന്റെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ട്, ഈശോയുടെ ഉള്ളിൽ നമ്മളുണ്ട്. ആ ഒരു വലിയ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാകും, നോളജ് കിട്ടും, അറിവ് കിട്ടും. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇപ്പം ഞാന് എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഓർമ്മ എങ്ങനെയാണ്? ഇന്ന വീട്ടില്, ഇന്ന വീട്ടുപേരില്, ഇന്ന സ്ഥലത്ത്, ഇത്ര വാർഡില് ഉള്ള വീട്ടിൽ താമസിക്കുന്നതാണ്. അഡ്രസ്സൊക്കെ മാറി, പുതിയ അഡ്രസ്സ് ആയിരുന്നു. എന്താ അഡ്രസ്സ്? ഈശോ പിതാവില് പറഞ്ഞേ, നിങ്ങൾ എന്നില്. അപ്പൊ നമ്മൾ ഈശോയില്, ഈശോ നമ്മളിൽ. ഇത്ര പ്രക്രിയയാണ് പുതിയ അഡ്രസ്. പുതിയ അഡ്രസ്സില് പ്രകാരം ഈശോ പിതാവിലിരിക്കുന്ന അവസ്ഥ, ഈശോ നമ്മളിലിരിക്കുന്ന അവസ്ഥ, അല്ല നമ്മൾ യേശുവിലിരിക്കുന്ന അവസ്ഥ. അതൊരു വലിയൊരു അറിവാണ്. പരിശുദ്ധാത്മാവാണ് ആ അറിവ് തരുന്നത്. എന്നിട്ട് ഈശോ വീണ്ടും പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ സ്നേഹിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ അറിവില്, ഈ അവസ്ഥയില്, ഈ യേശുവാകുന്ന ഭവനത്തിൽ വസിക്കുമ്പോൾ വീണ്ടും ഈശോ പറയുകയാണ്, ഈ ഒരു കാര്യം പറഞ്ഞു പോയേക്കരുത്. ഞാൻ പിതാവ്, ഈശോ പിതാവിലുമായി, ഈശോ എന്നിലുമായി, ഞാൻ യേശുവിലുമായി, ഇനി ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളുമായിരിക്കും. അങ്ങനെ പെർമനന്റ് അഡ്രസ് ആയിരിക്കുമായിരിക്കും. നല്ല പെർമനന്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ കാര്യമുണ്ട്. എങ്ങനെയാണ് PR കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലേ? PR എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ PR കിട്ടാനെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്നോട് ഇഷ്ടം പറഞ്ഞു അച്ഛാ PR കിട്ടാൻ പ്രാർത്ഥിക്കും. അപ്പോൾ PR കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് റെസിഡൻസ്. അപ്പോൾ പെർമനന്റ് റെസിഡൻസ് കിട്ടാൻ വേണ്ടി എന്താ ഈശോ വേണ്ടത്? ഒത്തിരി കാശൊന്നും കൊടുക്കേണ്ട കാര്യം.
എന്താണ് വേണ്ടത്? എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അവനെ ആര്? പിതാവ് സ്നേഹിക്കും. പിതാവ് അവനെ സ്നേഹിക്കും. ഈശോ പറയാണ്, പിതാവ് അവനെ സ്നേഹിക്കും. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. 14:21. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിച്ച് യേശുവിന്റെ സ്നേഹത്തിൽ നിലനിന്ന് ഞാൻ യേശുവിലും ഈശോ എന്നിലും ഈശോ പിതാവിലുമാണെന്നുള്ള തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ എനിക്ക് ഈ വചനത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കിട്ടാൻ തുടങ്ങും. ഞാൻ വചനം വായിക്കുമ്പോൾ എന്നെ കുറിച്ച് പറയുന്ന അതേ കാര്യങ്ങൾ ആ വചനത്തിലൂടെ ഈശോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ എന്നെ തന്നെ അവൻ വെളിപ്പെടുത്തുകയും 14:21 ഞാൻ എന്നെ തന്നെ അവൻ വെളിപ്പെടുത്തുകയും ചെയ്യും. എത്രയോ പേർക്ക് അങ്ങനെയാണ് വെളിപ്പെടുത്തി കിട്ടുന്നതെന്ന് അറിയാം. അതായത് അവർ പറയുകയാണ്, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്നതിന് മുമ്പ് വചനം പ്രാർത്ഥിച്ച് വായിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ആ ദിവസത്തിന് വേണ്ട ഊർജം മുഴുവൻ കർത്താവ് അതിലൂടെ വെളിപ്പെടുത്തി തരുക. ഒന്നുകിൽ ശക്തി തരുവാണ്, ഒന്നുകിൽ ഊർജം തരിക. അപ്പോൾ എനിക്കൊരു കൊച്ചിനെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇടവകയിൽ ഞാനിരുന്ന സ്ഥലത്ത് കുർബാനയും കൂടിക്കൊണ്ടിരുന്ന കൊച്ചിന് 2 പേരുണ്ട്. ഒരാൾ 10ാം ക്ലാസ്, വേറൊരാൾ 9. അപ്പോൾ 10ാം ക്ലാസ്സിൽ നന്നായിരുന്നവന് എല്ലാത്തിനും A+. ഇവർ തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ആവറേജിൽ നിന്ന് കഷ്ടി പറയും. അപ്പോൾ അവന് 10ാം ക്ലാസ്സിൽ പഠിച്ച അവൻ്റെ പരീക്ഷ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാത്തിനും A+. അപ്പോൾ ഈ 9ൽ പഠിച്ചവന് ഞാനെന്ന് പറഞ്ഞു ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവന് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇവന് പ്രയാസമാകും. അവന് മാർക്ക് കുറവാണെങ്കിൽ അതൊരു പ്രയാസമാകുമെന്ന് ഞാൻ ചുമ്മാ മനസ്സിലിങ്ങനെ ഓർത്തു. പക്ഷെ ഇവൻ ഒരു കാര്യം ചെയ്തു. എല്ലാ ദിവസവും പുസ്തകം എടുക്കുന്നതിന് മുമ്പ് ഒരധ്യായം വചനം വായിക്കും. പുസ്തകം എടുത്ത് വായിക്കണം. 10ാം ക്ലാസ് പഠിക്കണം. അവൻ ഒരു വിഷയത്തിലൊഴികെ ബാക്കി എല്ലാത്തിനും A+. ഞാൻ പാട്ടടിച്ചു. എന്തിനു പാട്ടടിക്കും? ദൈവത്തിൻ്റെ കാര്യം. അപ്പോൾ അവന് ഒരെണ്ണത്തിന് വിഷയം പോയത് ഒരു 5 മാർക്കിൻ്റെ ഒരു ചോദ്യം കാണാതെ പോയത്. അതുകൊണ്ട് ആ A+ നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവവചനത്തിന്റെ അത്ഭുതം കുർബാനയ്ക്ക് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈശോയുടെ ആ വലിയ ബന്ധത്തിൽ ഈശോ വചനത്തിലൂടെ ഇവന് ഊർജ്ജം പറഞ്ഞു കൊടുക്കുന്നത്. ഈശോ വെളിപ്പെടുത്തി കൊടുക്കാൻ. അപ്പൊ ഇതാണ് ദൈവവചനത്തിൽ നമ്മൾ ഈ വചനം വായിക്കാൻ ഓർമ്മ വെച്ച് ഇത് ഞാൻ ഇന്നലെ വായിച്ചാണ് എനിക്കറിയാം, ഇത് എനിക്കറിയാം, ഇതൊക്കെയാണ് അങ്ങനെയാണ് വചനം നോക്കുമ്പോൾ എല്ലാം അറിയാമോ. നേരത്തെ പണ്ട് വായിച്ച് ഒക്കെ അല്ലെ പറഞ്ഞു കേട്ടൊക്കെ ഓർമ്മ. അങ്ങനെ വചനം വചനം ഏതാണെങ്കിലും എല്ലാം ദൈവം നമുക്ക് നൽകുന്ന വചനം നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഞാനൊരു കൊച്ചിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിന്റെ മുഖം കടലിനെ വീർത്ത് കെട്ടി കലങ്ങിയിരിക്കുന്ന മുഖമെല്ലാം നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയണം വചന ഹൃദയത്തിൽ പതിഞ്ഞതും ശരിയാ. നല്ലപോലെ മുഖം നല്ല ഫ്രഷായിട്ടിരിക്കുന്നു. അന്നേരം അത് പറയാം വചനം ഇപ്പോൾ ഹൃദയത്തിൽ പതിയാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ആഗ്രഹം കൊടുക്കുന്ന എല്ലാം മാറ്റും. അപ്പോൾ ഈശോ പറയണം ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. വചനം തന്നെയായ ഈശോ നമുക്ക് ഈ തിരുവചനത്തിലൂടെ തന്നിട്ടുണ്ട്. വചനം തന്നെയായ ഈശോയെ. അപ്പോൾ ആ ഈശോയെ നമ്മൾ ദാഹിച്ച്, എൻ്റെ ഈശോയെ എന്ന് ദാഹിച്ച് നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തലാണ്. എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. വചനത്തിലൂടെ ഈശോ വെളിപ്പെടുത്തി നമ്മുടെ കാര്യം ഏറ്റെടുത്ത് കർത്താവ് കൈകാര്യം ചെയ്യുക. അതാണ് ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ശക്തി. ഞാൻ എന്നെ തന്നെ അവനെ വെളിപ്പെടുത്തി തരാൻ തോന്നുന്നു. എന്നിട്ട് ഈ ജോലിയാണ് ഈ വായിക്കുന്നവർക്ക് എന്ന് ഇത് വെളിപ്പെടുത്തി കിട്ടാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? യൂദാസ് ചോദിച്ചു. മറ്റേ യൂദാസ് അതേബൂസ് ചോദിച്ചു. 14:22 കർത്താവ് ഈ വചനം എല്ലാവർക്കും വായിക്കാനും എഴുതാനൊക്കെ അറിയാവുന്നതല്ലേ, അവർക്കൊന്നും ഈ വെളിപ്പെടുത്തി കൊടുക്കാത്ത എന്തുകൊണ്ട്? വായിക്കുന്നവർക്കല്ല, വായിക്കുന്നവർക്ക്
മറ്റുള്ളവർക്കല്ല ഈ വചനം എന്തുകൊണ്ടാണ് വെളിപ്പെടുത്തി കിട്ടാത്തത്, നിന്നെ എന്തുകൊണ്ടാണ് വെളിപ്പെടുത്തി കിട്ടാത്തതെന്ന് യൂദാസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഈശോ പറയുകയാണ്, ലോകത്തിന് വെളിപ്പെടുത്തിയില്ല എന്ന് നീ പറഞ്ഞത് എന്താണ്? ഈശോ പറയാണ്, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം ഇട്ട് തട്ടാൻ വേണ്ടി വായിക്കുന്നതിന് കൊടുക്കുകയല്ല, വെറുതെ ഇട്ട് തട്ടാൻ വേണ്ടി. ഇത് അനുസരിക്കാൻ തയ്യാറുള്ളവർക്കാണ് ഇത് കൊടുക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഈശോ പറയുകയാണ്, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. വചനത്തിന്റെ വെളിപ്പെടുത്തലുകളിലൂടെ, വചനത്തിലൂടെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പിതാവിന് പിന്നെ ഇവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇവരെ വിശ്വസിക്കാൻ കൊള്ളാതിരിക്കും. വചനത്തിലൂടെ ശക്തിയായി. മൊബൈൽ സിനിമ ദുഃഖം വരുമ്പോഴേ ഒരു കോമിക്ക് സിനിമ കാണാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കോമിക്ക് കാണാനായിട്ട് പോവുകയാണ്, അല്ല ലോകത്തിന്റെ സന്തോഷവും അതിന്റെ എനർജികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ്. ശരീരത്തിന് ലോകത്തിന്റെ എനർജി ഓരോരുത്തർ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നമ്മൾ നോക്കാതെ ഓരോ രീതിയിൽ കൂടെ പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, വചനത്തിലൂടെ ശക്തി ആർജിച്ച് അവന്റെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും സുഖപ്പെടുത്താൻ തയ്യാറുള്ളവനെ ഈശോ സ്നേഹപൂർവ്വം നോക്കുന്നത് പോലെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ ആ ധനികനായ യുവാവിനെ സ്നേഹപൂർവ്വം നോക്കി. അപ്പോൾ നിനക്ക് നല്ല ഒരു ഭാവിയുണ്ട്, പിതാവ് നിന്നെ തീർച്ചയായിട്ടും സ്നേഹിക്കും, നീ പൂർണ്ണ അങ്ങനെയായിട്ട് ആഗ്രഹിച്ചു എൻ്റെ കൂടെ വരും, എന്നിൽ നിന്ന് ശക്തി സ്വീകരിച്ചാൽ മതി, എന്നിൽ നിന്ന് താനം സ്വീകരിച്ചാൽ മതി എന്ന് അവരോട് പറഞ്ഞാൽ പറ്റിയില്ല. അപ്പൊ ഇതുപോലെ ഈശോ പറയുകയാണ്, വചനത്തിന്റെ അഭിഷേകം സ്വീകരിച്ചു കഴിയുമ്പോൾ പിതാവ് അവനെ സ്നേഹിക്കും. എന്നിട്ട് എന്താ തിരുവചനം പറയുന്നത്? അപ്പോൾ 23 തുറക്ക വായിച്ചത് 14:23. ഞങ്ങൾ അവന്റെ അടുത്തു വന്നു. ഭയങ്കര ഒഴുക്കത്തോടുകൂടിയാവും. വെറുതെ കർത്താവെന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാം. പക്ഷെ കർത്താവ് ആഘോഷമായിട്ടാണ്, സന്തോഷത്തോടെ അടുത്തു വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഈശോ ഇത് പറഞ്ഞപ്പോഴേക്കും ശിഷ്യന്മാരുടെ കണ്ണു തള്ളിപ്പോയി. അവരെല്ലാം ഇങ്ങനെ വീഴ്ചിരിക്കുകയുണ്ട്. എന്താ പിതാവ് ഈശോയും കൂടെ അടുത്ത് വന്ന് വാസം ഉറപ്പിക്കാൻ തോന്നുന്നത്? എന്താ ഈശോ പറയുന്നത്? അപ്പോഴേക്കും ഈശോയ്ക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. കർത്താവ് പയ്യെ പതുക്കെ പറഞ്ഞു, ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇത് പിതാവിനെ പറയുന്ന, അല്ലാതെ നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് കണ്ടുപിടിച്ചെങ്കിലും, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചിരുന്നെങ്കിലും ഇത് എനിക്കിത് പറയാതിരിക്കാൻ പറ്റി. നിങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാതിരുന്നാൽ ശരിയാക്കില്ല. കാരണം എന്താണ്? ഇത് ഞാൻ തന്നെ പറയുന്നതല്ല, ഇത് പിതാവ് തന്നെ നിങ്ങളോട് പറയുന്നതാണ്. അതേ വീഡിയോ ഒരു പുള്ളി വ്യത്യാസമില്ലാതെ ഞാൻ അതേപോലെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കണ്ടോ? ഇതാണ് പിതാവിന്റെ സ്നേഹം. യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നതിൽ അത് ഒരു വാക്ക് വരും. നമ്മൾ വായിച്ചു കേട്ടത് അത് തന്നെയല്ലേ 5:19 യോഹന്നാന്റെ സുവിശേഷം. പിതാവ് പറയുന്നതല്ലാതെ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് പ്രവർത്തിച്ചു കാണുന്നതല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ രീതിയിലാണ് കർത്താവ് കോച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുത്ത സമയത്ത് ഞെട്ടിരിക്കുന്നത്. അങ്ങനെ കോച്ചിങ് കൊടുത്തായിരുന്നു ഈശോയ്ക്ക്. പിതാവ് കോച്ചിങ് കൊടുത്തു. കൊടുത്തോ? നിങ്ങളെന്താ പറയുന്നത്? പിതാവ് വിശുദ്ധീകരിച്ച് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഈശോ പറയുന്നതാണ്, പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന ഈശോയാണ് ഇത് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, ഈ തിരുവചനം നമ്മൾ ഓരോരുത്തരും പിതാവിന്റെ വചനമായി തന്നെ സ്വീകരിക്കാനായിട്ടാണ് ഈശോ നമ്മളോട് പറയുന്നത്. പിതാവിന്റെ വചനം തന്നെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 36-ാം തിരുവചനം. 10:36. യോഹന്നാൻ 10:36. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന കാര്യം വലിയ വ്യത്യാസമില്ലാതെ പറയണമെന്ന് പ്രത്യേക ട്രെയിനിങ് കൊടുത്താൽ. 10:36 തന്നെ എഴുതിയിരിക്കുന്നത്, പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞത്
പിതാവിൻ്റെയും ഈശോയുടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ ആവാസം വഴിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വം കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സിനെ വിഭാവന ചെയ്തിട്ടില്ല. ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യ മക്കളുടെ അവസ്ഥ എന്താണെന്ന് ഇവിടെ ഇരുന്ന് തലകുത്തി ആലോചിച്ചാൽ മനസ്സിലായി. അതൊരിക്കലും മനുഷ്യ ഭാവന ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പരിശുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു നിർവചനം പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റിയല്ല. അത് അനുഭവിച്ചറിയുക, ചെന്ന് കാണുക എന്നുള്ളതല്ലാതെ, അവിടെ പങ്കുവയ്ക്കുക, അതിലൂടെ അറിയുക എന്നുള്ളതല്ലാതെ വേറെ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ലോകത്ത് ജീവിക്കുന്ന ഒരു മകൾക്ക് ഇത് സാധിക്കില്ല, ഒരു മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ തിരിച്ചറിവിൽ, അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക, നമ്മുടെ മഹത്വം. അതുകൊണ്ട് ഈശോ പറയാണ്, ഇതിനെക്കുറിച്ച് ഓർത്താല് നന്ദി പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും എത്ര വലിയ വീട വന്നാലും നന്ദി എന്ന് പറയുന്നത്. കാരണം സ്വർഗത്തിലെ മഹത്വം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു തടസ്സമില്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അയ്യോ ചിലർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കർത്താവിന് 3 മണിക്കൂർ കിടന്നാൽ പോരായിരുന്നു, ഞാൻ 30 മണിക്കൂർ 300 മണിക്കൂർ കൂടുതൽ കുറിച്ച് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ സാധനം വെച്ചൊക്കെ പറയും, ചിലർ പറയുന്നുണ്ട് ഇവിടുത്തെ സാധനം. അപ്പോൾ വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ആ ഒരു വചനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം, വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ പിതാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ വേണ്ടിയാണ് ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനമായി തീരുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഈശോ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈശോ നമ്മളെ ഓരോരുത്തരെയും ഉള്ളിലേക്ക് സ്വീകരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഈശോ കടന്നു വരുന്നത്? നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഈശോ കടന്നു വരുന്നത്? നമ്മൾ എങ്ങനെ ഈശോയുടെ ഉള്ളിലേക്ക് കടന്നു വരും? ദിവ്യകാരുണ്യത്തിലൂടെ. അതാണ് ഈശോ പറയുന്നത്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദിവ്യകാരുണ്യത്തെ കുറിച്ച് ഈശോ പ്രഭാഷണം നടത്തുമ്പോൾ ഈശോ പറയുകയാണ്, 6:32 ഈശോ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് എന്റെ പിതാവാണ് നിങ്ങൾക്ക് അപ്പം നൽകുന്നത്. ഈ ജീവന്റെ അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിശക്കുകയില്ല, നിങ്ങൾക്ക് ഒരിക്കലും ദാഹിക്കുകയുമില്ല. അതുകൊണ്ട് ഈശോ പറയാണ്, 57-ാം ദിവസം പറയുകയാണ്, 6:57, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇതൊരു വലിയ അടയാളം, ജീവിക്കുന്ന അടയാളം. പരിശുദ്ധ ത്രിത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന അടയാളമായി ഈശോ എന്നും വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു. നമ്മുടെ സക്രാരിയിൽ എല്ലാ ദിവസവും ഈശോ വസിക്കുന്നു. എന്താണ്? പരിശുദ്ധ ത്രിത്വത്തിന്റെ ജീവിക്കുന്ന അടയാളമായിട്ട് ഈശോ മാറിയിരിക്കുകയാണ്. നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നു, ഈശോ നമ്മളെ സ്വീകരിക്കുന്നു. ഒരിക്കൽ ആൾക്കാര് ത്രേസ്യാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈശോയെ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണേ, കുർബാന സ്വീകരിച്ചിട്ട് എൻ്റെ ഉള്ളിൽ നിരന്തരം വസിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറയണം, അത് മാത്രം പോരാ, ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കണം നീ പ്രാർത്ഥിച്ചിട്ടിരുന്നാൽ മാത്രം പോരാ, നീ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന വലിയ അനുഗ്രഹ നിമിഷം കൂടിയാണ് ദിവ്യകാരുണ്യ സ്വീകരണം. യൂണിവേഴ്സൽ ഗോഡ് വിത്തിൻ മീ എന്ന് പറയുകയാണ്. നീ എൻ്റെ ഉള്ളിലൂടെ വസിക്കും, നീ എൻ്റെ ഉള്ളിലൂടെ വസിക്കുക എന്ന് ഈശോ പറയുക. അപ്പോൾ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ അഭിഷേകം വരുന്നത്. അങ്ങനെ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് ഈ വചനത്തിൽ കിട്ടിയ ആ യേശുവിന്റെ വെളിപ്പെടുത്തല് വേറൊരു രീതിയിൽ യേശുവിനെ സാക്ഷി വഹിക്കുന്ന രീതിയിലേക്ക് നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നേരിട്ട് ഇടപെടാൻ തുടങ്ങും. 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഈശോ പറയാണ്, എൻ്റെ നാമത്തിൽ പിതാവായിരുന്ന സഹായകൻ, അതായത് പരിശുദ്ധത്തിന്റെ സഹവാസം, അധിവാസം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അത് ഈ ധ്യാനത്തിൽ നിങ്ങളെല്ലാവരും അനുഭവിച്ചറിയാം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഓർത്തോണ്ട് ജീവിച്ച്
ഇവിടെ വന്ന് യേശുവിൻ്റെ വലത്ത് മുമ്പിൽ നമുക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു, അങ്ങനെയല്ല. അല്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് പറഞ്ഞു തന്നു, അങ്ങനെയല്ല. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ചതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അത് ദിവ്യകാരണത്തിൽ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ കുർബാന ആത്മാർത്ഥതയോടെ, വിശ്വാസപൂർവ്വം, സ്നേഹത്തോടു കൂടി യേശുവിൻ്റെ ഉള്ളിൽ വസിക്കാനും ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ഈശോയ്ക്ക് സ്വയം അടിയറവ് വയ്ക്കുമ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധത്തിൻ്റെ അധിവാസം നമുക്ക് തന്ന് നമ്മളെ പഠിപ്പിക്കും, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി. അങ്ങനെയുള്ള ഒരു ഡിഗ്രി, പരിശുദ്ധാത്മാവിൻ്റെ ഡിഗ്രി ഉള്ളവർ കൈമുഖിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഡിഗ്രി കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഡോക്ടറേറ്റ് കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ PhD കിട്ടി, PG കഴിഞ്ഞു. 1ാം ക്ലാസ്സിൽ പാസ്സാണ്. എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ചോദിക്കും. ഞങ്ങൾ 2ാം ക്ലാസ്സിൽ കയറി എന്നുള്ളതില്ല, 1ാം ക്ലാസ്സിൽ പ്രൊമോഷൻ കിട്ടിയിരിക്കുക, പ്രൊമോഷൻ, അങ്ങനെ 2ാം ക്ലാസ്സിൽ കയറിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സിൽ പോയിരിക്കേണ്ട അവസ്ഥ, അതിനുള്ള ആഗ്രഹം. ഞാൻ എൻട്രൻസ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻട്രൻസ് എഴുതാതെ പറ്റിയത് വചനത്തിലൂടെ, വചനം വായിച്ച് ഞാൻ പറഞ്ഞില്ലേ, വചനം വായിച്ച് വചനത്തിലൂടെ ഈശോയുടെ വെളിപ്പെടുത്തൽ കിട്ടിയിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സിൽ കയറാനുള്ള എൻട്രൻസ് നമ്മൾ പാസ്സാകും. അതുകൊണ്ട് ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ആത്മാവിഷയ പ്രാർത്ഥന ചെയ്യുന്നത്, പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ ഈ 6 മണിക്കത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇതിനു വേണ്ടിയാണ് ഈശോയുടെ ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും